ഹലോ നമസ്കാരം. ഇത് നമ്മുടെ പാരിപ്പള്ളി കല്ലമ്പലത്തേക്ക് പോകുന്ന വഴിയിലുള്ള മുക്കടയിലെ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു അണ്ടർപാസിന്റെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഏകദേശം അവസാനിച്ചു. അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സൈഡ് വാളിന്റെ നിർമ്മാണം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി മണ്ണ് ഫില്ല് ചെയ്ത് അതിന്റെ മുകളിൽ ടാറിങ് അത് മാത്രമേ ബാക്കിയുള്ളൂ. സോ അതിന് വേണ്ടിയുള്ള സർവീസ് റോഡാണ് ഇപ്പൊ ഈ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയിട്ട് ഇതിന്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് NH 66 ശരിക്കും ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു ഒരു നമുക്കൊരു ഒരു റഫ് ഐഡിയ നമുക്ക് ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ മനസ്സിലാവും. സോ അത് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെ തിരിച്ച് വന്ന് ഇതിന്റെ ഈ ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം മറ്റു കാര്യങ്ങളും എത്രത്തോളം എത്തി നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ ഈ ഒരു സ്ട്രൈക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു അണ്ടർപാസ് നിർമ്മിക്കാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾറെഡി ഉണ്ടാക്കി വെച്ച ഒരുപാട് സാധനങ്ങൾ പൊളിക്കേണ്ടിയൊക്കെ വന്നൊരു സ്ഥലമാണിത്. അതാണ് നിങ്ങൾ ആ ഫ്രണ്ടിൽ കാണുന്ന കുറെ കമ്പികൾ മാത്രം പൊളിച്ചിട്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ ഈ ഒരു ഡിവൈഡർ മൊത്തം അങ്ങ് അറ്റം വരെ ഉണ്ടാക്കിയാണ്. ഇതാണ് ശരിക്കും NH 66 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. പക്ഷെ 3 വരി വൺ സൈഡിലും 3 വരി അതർ സൈഡിലും ഉണ്ടായിരിക്കും. ഒരു 200 കിലോമീറ്റർ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ ഏകദേശം 2-2.5 മണിക്കൂർ മാത്രം മതിയാവും ഇത് വന്നു കഴിഞ്ഞാൽ. പിന്നെ ടോൾ പാസ് ഉണ്ടായിരിക്കും, അത് ഇന്ത്യയുടെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇത് പാരിപ്പള്ളിയിൽ നിന്ന് കല്ലമ്പലത്തേക്ക് പോകുന്ന റൂട്ടാണ്. നമുക്കൊരു ചെറിയൊരു യൂ ടേൺ എടുത്തിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലൂടെ നോക്കാം. കാരണം ഈ ഒരു പോർഷനിൽ മാത്രമേ NH 66 പൂർണ്ണമായിട്ടുള്ള ഒരു ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കല്ലമ്പലത്തോട്ട് കയറുന്ന ഭാഗത്തോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പഴയ റോഡ് തന്നെയാണ്. സൈഡ് വാളും പിന്നെ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു അണ്ടർപാസിന്റെയും വാളിന്റെയും ഒക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ കല്ലമ്പലത്തേക്ക് പോകുന്ന വഴി. അതുകൊണ്ട് തന്നെ അവിടെയെങ്ങും ടാറിങ്ങിന്റെ പരിപാടി ഒന്നും എത്തിയിട്ടില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ 3 വരി എന്ന് പറയുന്നത് ഞെട്ടിപ്പോയി. കാരണം പണ്ട് ഇതിന്റെ ഒരു പാതിയേ ഉള്ളായിരുന്നു. പണ്ടത്തെ 2 വരി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികസനം തന്നെയാണ്. ശരിക്കും നരേന്ദ്രമോദിനെയൊക്കെ ഈ ഒരു കാരണത്തിൽ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഡെവലപ്മെന്റ് അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ഇവിടെ എനിക്കൊന്ന് കഴിഞ്ഞൊരു 10 വർഷം നോക്കി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആയിട്ട് നടക്കുന്നത് NH 66 തന്നെയായിരിക്കും കേരള സമയത്തോളം. പിന്നെ വന്ദേ ഭാരത് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാലോ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഇത്രയും കൺവീനിയന്റ് ആയിട്ട് ഇത്രയും നല്ല റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കേരളത്തിന് സ്വപ്നം കാണുന്ന സ്വപ്നതുല്യം തന്നെയാണ്. ഒരു നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോയി കാണുന്ന റോഡൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇതിപ്പം നമ്മള് പാരിപ്പള്ളിന്ന് കല്ലമ്പലത്ത് പാരിപ്പള്ളിയോട്ട് പോകുമ്പോൾ ശരിക്കും ഈ റോഡ് ഫുള്ളി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സർവീസ് റോഡിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതുവഴി വേണം നമുക്കിനി മുക്കട മറ്റേ അണ്ടർപാസ് നിർമ്മിക്കുന്ന ആ ഏരിയയിൽ കൂടെ അവിടെ സർവീസ് ആണ്. ഇതിനൊക്കെ ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ ആ ഭാഗത്തും. അവിടെ നിന്ന് നേരെ കയറി സർവീസ് റോഡ് വഴി കയറിയിട്ടാണ് നമുക്ക് പാരിപ്പള്ളി എത്താൻ. പാരിപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ നാളെയോ മറ്റന്നാളോ പാരിപ്പള്ളി ഒരു വീഡിയോ ഇട്ടുതരാം.